നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഓരോ വൈഫൈ കണക്ട് ചെയ്യാറുണ്ട്. റൂമിലെത്തിയാൽ വൈഫൈ, നമ്മുടെ ഓഫീസിലെത്തിയാൽ വൈഫൈ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തോ വീട്ടിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓരോ വൈഫൈ ഓരോ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമ്മളൊരു വൈഫൈ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല ആളുകൾക്കും വൈഫൈ കണക്റ്റ് ആകാത്തൊരു പ്രശ്നം വരാറുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് വൈഫൈയുടെ പാസ്വേഡൊക്കെ കൊടുത്താലും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്റ്റ് ആകില്ല. മറ്റ് ചില ആളുകളുടെ മൊബൈൽ ഫോണിലൊക്കെ കണക്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ വൈഫൈ കണക്റ്റ് ആകാത്തതെന്ന്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ വൈഫൈയുടെ ഈ ഒരു ചിഹ്നം കാണും, അതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ വൈഫൈ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും മതി, ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത വൈഫൈയും ഇവിടെ ഇതുപോലെ സെർച്ച് ലിസ്റ്റിൽ വന്നിരിക്കുന്ന വൈഫൈയും കാണാൻ സാധിക്കും. ഇവിടെ ചില മൊബൈൽ ഫോണിൽ താഴെ കാണുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് 3 ലൈനോ കാണും. അത് ക്ലിക്ക് ചെയ്താൽ അഡ്വാൻസ്ഡ് വൈഫൈ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് കാണും. ചില മൊബൈൽ ഫോണിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് കാണും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണാണ്. ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും വലതു ഭാഗത്ത്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മോർ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സേവ്ഡ് നെറ്റ്വർക്ക്സ് എന്നൊരു ഓപ്ഷൻ കാണും, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഓരോ ആളുകളിൽ നിന്ന് ഹോട്ട്സ്പോട്ട് വാങ്ങുമ്പോഴൊക്കെ ഇവിടെ കണക്ട് ചെയ്ത് മുഴുവൻ ഇവിടെ കാണും. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈ ആണ് ഇതെല്ലാം. അപ്പോൾ ഈ ഇത്രയും വൈഫൈ ഒരു മാക്സിമം ലിമിറ്റുണ്ട്. ഇതിനപ്പുറം ഈ ഒരു വൈഫൈ സേവ്ഡ് ഇതുപോലെ ഒരുപാട് കിടന്നാൽ പുതിയ വൈഫൈ കണക്റ്റ് ആകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത വൈഫൈകൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഫോർഗെറ്റ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില മൊബൈൽ ഫോൺ ഡിലീറ്റ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത വൈഫൈ ഏതാണോ ആ വൈഫൈ നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ ഡിസ്കണക്ട് ചെയ്യേണ്ട. നിങ്ങൾ ഏതോ കാലത്ത് ഉപയോഗിച്ച് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാത്ത വൈഫൈകൾ ഉണ്ടാകും, അത് ഡിസ്കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പുതിയ വൈഫൈ വളരെ വേഗത്തിൽ കണക്റ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.